വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ കർമ്മം ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർവഹിച്ചു. മേപ്പാടി കുന്നുംപറ്റയിൽ നിർമ്മിക്കുന്ന ആദ്യഘട്ടത്തിലെ 50 വീടുകളുടെ പ്രവൃത്തിക്കാണ് ഇന്ന് തുടക്കമായത്. എട്ട് സെന്റ് ഭൂമിയിൽ 1041 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് ഓരോ കുടുംബത്തിനുമായി ഒരുങ്ങുന്നത്. 6 മാസ കാലാവധിക്കുള്ളിൽ ഒന്നാം ഘട്ട പദ്ധതി പൂർത്തിയാക്കും. 1100 സ്ക്വയർ ഫീറ്റ് വീടും 8 സെന്റ് സ്ഥലവുമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. My sister was telling me in the car that she's not happy that it has taken so long to do this. കാറിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും എന്റെ സഹോദരി എന്നോട് സൂചിപ്പിക്കുകയായിരുന്നു, ഇത് ഇത്രയും കാലതാമസം ഇതിനെടുക്കേണ്ടി വന്നതിന്റെ പ്രയാസങ്ങളെ സംബന്ധിച്ച്. There were complexities with the permissions, there were complexities with the land, other complexities. ഭൂമി ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളിലെ സാങ്കേതിക കുരുക്കുകളും നൂലാമാലകളും എല്ലാം ഇതിന്റെ മുന്നിൽ തടസ്സമായി നിന്നിരുന്നു. But now I hope that this project is completed as quickly as possible. ഇപ്പോ ഞാൻ ഉറച്ചു പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു, എല്ലാ നൂലാമാലകൾക്കും അപ്പുറത്തേക്ക് ഇത് അതിവേഗം പൂർത്തീകരിച്ച് ഈ 100 ഭവനങ്ങൾ അവരുടെ അർഹരായ ആളുകളുടെ കൈകളിലേക്ക് എത്തുമെന്നുള്ളത് എന്റെ ഉറച്ച വിശ്വാസമാണ്. So, of course, before I say that, I want to thank my friends in the Muslim League who've also helped with the houses, with the construction and with the rehabilitation of people here and all partners in the UDF. അതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ ദുരന്തമുഖത്ത് ആശ്വാസത്തിന്റെ തെളിനീരുമായി കടന്നു വന്ന് ആ ഭവന പദ്ധതി പൂർത്തീകരിച്ച ആ വീടുകൾ കൈമാറാൻ തയ്യാറാക്കി വെച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുഴുവൻ സഹപ്രവർത്തകരെയും ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു. അതുമാത്രമല്ല, ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഓരോ ഘടകകക്ഷികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ചടങ്ങിൽ പ്രിയങ്ക ഗാന്ധി MP, KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു.